നമ്മളെ ചേമ്പ് നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ ഒരു കുഴിയാക്കിയിട്ടുണ്ടേ. കുഴിയുടെ അടിയിൽ ഇലയിട്ട് കരിയിലയിട്ട് കുറച്ച് കോഴിക്കാട്ട് ഇട്ടു. അതാണ്ടില്ലേ കുറച്ച് കരിഞ്ഞ മണ്ണും ഇതെല്ലാം ഉണ്ടെങ്കിലേ ഇത് നമുക്ക് ഇതിൽ വെച്ചിട്ട് ഒന്ന് പൊരിക്കുമ്പോൾ 5 എണ്ണം വെക്കണമെന്ന്. ഒന്ന് പൊരിച്ചെടുക്കുമ്പോൾ 5 തൈ വെക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ പറ്റുന്നത് വെക്കാം. ഇനിയും വെക്കുന്നുണ്ട്, കുറേ തൈ ഉണ്ട് അവിടെ. ഒന്ന് വെച്ചു ആദ്യം തന്നെ അല്ലേ, നല്ല വൃത്തിയായില്ലേ. ഇനിയിപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ആക്കണ്ടല്ലേ. മഴയൊന്നും ഇല്ലാതെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, അതൊക്കെ തന്നെ ആകുമ്പോൾ ഒഴിച്ച് കൊടുക്കാമല്ലോ. ഇടയിൽ നടാ എല്ലാം മഞ്ഞൾ തനിയാൻ മുളച്ചതല്ലാന്ന് എല്ലാം വൃത്തിയാക്കി ഇടയിൽ നമുക്ക് ഓരോന്ന് നട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് നട്ടു, ബാക്കിയിലത് ഞാൻ നട്ടിട്ട് നടുമ്പം കാണിക്കാട്ടാ. ഈ മണ്ണെടുത്തിട്ട് നമുക്ക് തീർത്തിയാൻ ഇടന്നെ കൊണ്ടുവച്ചു ആൾ ചേമ്പുതാ. ഇത് എടുത്തിട്ട് നമുക്ക് ഈ കുറച്ച് കോഴിക്കാട്ടുണ്ട്, ഇതിലും കുറച്ച് മണ്ണിട്ടിട്ട് നമുക്ക് നമ്മളൊരു ചേന നട്ടിട്ടില്ലേ, അതിൻ്റെ മണ്ണെല്ലാം അങ്ങ് താണു പോയി. അതിന് ഇട്ട് കൊടുക്കാം കുറച്ച്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അതാ നിറച്ച് ഇട്ടതാണ്, അതെല്ലാം താണു പോയില്ലേ. ഇനി നമുക്ക് ഒരു കുഞ്ഞും കൂടെ വന്നിട്ടുണ്ട്. ഇത് നല്ല മാവിൻ്റെ ഇലയെല്ലാം ഉണ്ടായതിലുള്ള പൊടിഞ്ഞ് പോയിട്ട് നല്ല വളമായത്. ഇതിലത് നമുക്ക് ആ ചേമ്പിൻ്റെ ആ മണ്ണെല്ലയിലിട്ട് നിറക്കാം. കോഴിവളവും എല്ലാം കൂടെ നിറക്കാം. കിട്ടുന്നതായിക്കോട്ടെ അല്ലേ. ഇത്ര ഇട്ട് കൊടുത്തു. ഇനി അത് താണു പോകുമ്പം അത് ഇട്ട് കൊടുക്കുക. ഉണ്ടല്ലേ, ഇതാ നമ്മൾ ചാക്കലിനിട്ട കാച്ചിൽ കണ്ടില്ലേ, ചെറിയൊന്നല്ലേ നമ്മൾ നട്ടത്. ഇതാ പുറത്തേക്ക് കാണലായി. എന്തെങ്കിലും ആക്കേണ്ടി വരും. ഇനി ചക്ക എന്തെങ്കിലും എടുത്ത് പുത്തേണ്ടി വരും അല്ലേ. വേഗം നമുക്ക് കിളക്കാം. കഴിഞ്ഞ ദിവസത്തിന് വെറുതെ കളയായിരുന്നു, ആരും തിന്നാനുള്ള പ്രാവശ്യത്തേന് നട്ടിട്ടില്ല. എന്ത് എവിടെയായാലും ഉണ്ടാകും കിളക്കാൻ. കണ്ടില്ലേ, ചാക്കെല്ലാം പോയി, കേങ്ങ് പുറത്തേക്ക് വരലേ. ചുമക്കുറുക്കുണ്ട്, നല്ല വാങ്ങലായിരുന്നു. കുറേയെല്ലാം പൊട്ടിച്ച് ദിവസം വെള്ളം വെച്ച് കൊടുക്കും. ചക്കര കേങ്ങിൻ്റെ കുറേ വള്ളി ഉണ്ടെങ്കിൽ അവിടെ എല്ലാം കളിച്ചിട്ട് തറ പോലെ ആക്കിയിട്ട് വേണം നടണമെങ്കിൽ. നടണം ലേശം, അത് നിറയെ ഉണ്ട്. എല്ലാം നടന്ന് കാണുമ്പോൾ നമുക്കെല്ലാം ആക്കണം തോന്നല്. ഇവിടെയെല്ലാം പോയി ഇതാണ്ട, ഇവിടെ വലിയൊരു സപ്പോട്ട മരം ഉണ്ടായതാണ്. ഇവിടെ JCB ഒന്ന് പൊരിച്ചിട്ട് എല്ലാം കളഞ്ഞത്. തറയിലെല്ലാം പൊളിക്ക് വീട് പൊളിക്കുമ്പോൾ അവിടെ നട്ടേ നല്ല ചേനയെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ. ഇപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, നോക്കുമ്പോഴേക്ക് അതിന് നല്ലൊരു കേങ്ങ് വരുന്നു. ഞാൻ അവിടെ തന്നെ അതെല്ലാം പൊത്തിയിട്ട് ചാഞ്ഞിട്ടായില്ലേ. അത് ഒരു ചേനയും കൂടെ നട്ടിട്ടുണ്ട് അവിടെ. 2 ചേമ്പ് 2 ചേന എല്ലാം നട്ടതാണ്, എല്ലാം പോയിന്. മരം പൊട്ടി വീണിട്ട് ഇതാ അതിൻ്റെ കൊമ്പ് ഉണ്ടല്ലേ, മരത്തിൻ്റെ മാവിൻ്റെ കൊമ്പ്. അപ്പോൾ അവിടെ നിന്ന് നിൽക്കട്ടത്. ഇനി അതിൻ്റെ ചുറ്റുമ്പഴങ്ങ് എന്തെങ്കിലും നട്ട് കൊടുക്കുക. പിന്നെ അങ്ങനെയെല്ലാം ഉണ്ട്, അത്രയല്ല ഉണ്ടാവും. ഇതെല്ലാം ഇവിടെ വലിച്ചു കൂട്ടി എടുത്തുനിന്ന് തേക്കലായി. ഈ മാവിൻ്റെ മേലേക്ക് പടുന്നത് മണിപ്ലാന്റ് ശല്യമായി. ഇപ്പം വളപ്പ് നിറയെ ശല്യമായി. എവിടെ ഒന്ന് മുട്ടിയാലും മണ്ണിലല്ലെങ്കിലും തേക്കുന്നു. എന്താ എവിടെയായതുകൊണ്ട് ചാടുണ്ട്, കുഴിച്ചിട്ടാൽ അവിടെ നിന്നും വരും. എന്താ ഇടിയൊരു ഉണ്ടാക്കിയതാണ്. ഇത് 3ാമത്തതേ. 5 എണ്ണം വെക്കാമല്ലേ പറഞ്ഞത്. ഇത് 3ാമത്തായിട്ടാ. ഇതിലും കുറച്ച് ഇലയിട്ടു, കോഴിക്കാട്ടും കുറച്ചിടാം. ഇത് നട്ട് കൊടുക്കാം. വാഴക്ക് കിട്ടിക്കോട്ട്, അല്ലെങ്കിൽ വാഴക്കായിക്കോട്ട്. അയറ് നല്ല കൊലവത്താല കിഴങ്ങ് കെട്ടിയിട്ട് ഇങ്ങനെ എന്താ ഒരേ ഇതൊന്നും പറ്റുന്നുണ്ടെങ്കിൽ വലിയ അധ്വാനമൊന്നുമില്ല. നമുക്കൊരു രസമാണ് ഇതെല്ലാം. ഇത് 3ാമത്തത്. ഒന്ന് ചാക്കൽ നട്ടു, ഒന്ന് നിലത്ത് നട്ടു. ഇത് നിലത്തന്നെ നട്ടു. ഇനിയുണ്ട് ഇതാ ഇതല്ലേ, ഇനി കൊണ്ടുവന്ന് ഇത്രപ്പോലുണ്ട്. എന്നിട്ട് കൊടുക്കാം നമുക്ക്. 2 കുണ്ട് പിടിയാക്കിയിട്ടുണ്ട്. ഇതാ ചെറിയ കുഞ്ഞു കൈക്കോട്ടുണ്ട്. ഇങ്ങനെ അത്രയല്ലേ വേണ്ടു. ഇതും കൂടെ ഇന്ന് നടാം. കോഴിക്കാട്ടം അടിയിലിട്ടിട്ട് ഇലയിടുന്നില്ല അതിന്. ഇതെല്ലാം ഇലയിട്ട് ചീഞ്ഞ മണ്ണാണ്. കുറച്ചുകൂടെ ഇത് വെച്ചിട്ട് ഉണ്ടല്ലോ. 2
നട്ടിട്ട് കാണിക്കാം അല്ലേ. അങ്ങനെ ഇത് നട്ടു, 2 തൈ നട്ടിട്ട് ചെറുതായതുകൊണ്ട് ഇതിലൊന്നും. നമുക്ക് ഇതിനെല്ലാം വെള്ളം അടിച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ അതിനെല്ലാം ഒന്ന് പൈപ്പങ്ങ് പിടിച്ചാലേ കൂട്ടാൻ വെക്കാനൊന്നും ഇല്ലാതെ അതിൻ്റെ പോളം മുറിച്ച് കൂട്ടാൻ വെക്കാറോ. അത്രയും നമുക്ക് പണിയില്ല, നമുക്കൊരു സന്തോഷം കിട്ടി. ഇനി ഒരു വിളവെടുപ്പുണ്ട്, അതും കൂടെ നിങ്ങളെ കാണിക്കാം. ഒരു വലിയ കൊലയുണ്ട് കൊത്താൻ. ഇതാണ് ഇന്നത്തെ വിളവെടുപ്പ്. കണ്ടില്ലേ, നല്ല മിണ്ട് കുളക്കലായി. നാളേക്ക് ഇത് മറ്റവർ തിന്നോ എന്തായാലും. ഇത് കൊത്തിയിട്ട് കാണിക്കാട്ടാ. ഉണ്ടല്ലേ, ഉഗ്രം കൊലയല്ലേ, നല്ല കായല്ലേ. കുറച്ചേ ഇല്ലു, എന്നാലും നല്ല ശുദ്ധമായ ഒരു വളവിടാത്ത കണ്ടോ. ഒരു കണിയാണ്ടോ, കാമ്പ് പൊളിക്കുന്നുണ്ടോ. ഇതുണ്ടോ, ഇതൊരു നിലത്തേ വേണ്ട. നല്ല കാമ്പോന്ന് അറിയില്ല, നോക്കട്ടെ. ഇതൊന്ന് നിലത്തിയെടുക്കട്ടെ. ഇങ്ങനെയാണ് കാമ്പ് പൊളിക്കൽ. പിന്നെ കാമ്പുമായി കായായി ഇലയും തണ്ടെല്ലാം തെങ്ങിന് വളവുമായി. ഇനി ഇത് നാളെ വേണമെങ്കിൽ തോരൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് തോരൻ വെക്കാൻ പൊളിച്ചെടുക്കാൻ ആവശ്യത്തിന്. മറ്റെല്ലാം കൊത്തി തെങ്ങിന് ഇട്ടു മുമ്പേത്തെല്ലാം. ഇനിയുണ്ട് കൊല. ഒന്നതാ ചെറുതാട കണ്ട, പിന്നെ ഒന്നതാട, അങ്ങനെ ആടെ ഉണ്ട്. അങ്ങനെ നമ്മളെ ഇന്നത്തെ വിളവെടുപ്പും നടലും എല്ലാം കഴിഞ്ഞതാ. കണ്ടില്ലേ, ഇത് പീടിയിൽ പോയിട്ട് നമ്മൾ വാങ്ങണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം. നമ്മൾ വെറുതെ പോകുന്ന സമയത്ത് എന്തെല്ലാം കൊണ്ടുപോയിട്ട് ആക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ഇല്ലാതെ ഒരു ചാക്കിലോ പൊട്ടിയിലോ നട്ടാൽ ശുദ്ധമായ ഭക്ഷണം കഴിക്കുക. നമ്മൾ ഉണ്ടാക്കിയത്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.